Namaste learners, today we are going to study the fourth unit of the course Environmental Sociology. The name of the fourth unit is Social Ecology. The objectives of this unit is explain the nature of social ecology as a perspective, then trace the evolution of social ecology as a sub-discipline. അത് കഴിഞ്ഞാൽ give an account of the radical twist given to social ecology, then examine emergence and cause of development of social ecology as an involving perspective in India. നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. Traditional focus of sociology has been various aspects of society, but rarely has it concerned itself with the larger ecological world. ട്രഡീഷണൽ ഫോക്കസ് ഓഫ് സോഷ്യോളജി പാരമ്പര്യമായിട്ട് പഴയ കാലഘട്ടത്തിൽ സോഷ്യോളജി പല ആസ്പെക്ട്സുകൾ സൊസൈറ്റിയുടെ പഠിച്ചിരുന്നു, പക്ഷേ എക്കോളജിക്കൽ വേൾഡായിട്ട് അത്ര ബന്ധം സ്ഥാപിച്ചിരുന്നില്ല. എന്നാലും സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ സ്റ്റഡീസ് സൊസൈറ്റി ഫ്രം 4 vantage points. ഇപ്പൊ സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ ഒരു അക്കാഡമിക് വിഷയം എന്ന രീതിയിൽ സോഷ്യോളജി പഠിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട 4 പോയിന്റ്സ് ആണ് വരുന്നത്. ദ എക്കണോമി, ദ പൊളിറ്റി. ഫസ്റ്റ് പോയിന്റ് ദ എക്കണോമി, ദ പൊളിറ്റി. സെക്കൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. തേർഡ് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഫോർത്ത് കൾച്ചർ. അപ്പൊ 4 വാൻറ്റേജ് പോയിന്റ്സ് ആണ് ഇപ്പൊ ഈ ഡിസിപ്ലിനിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ എക്കണോമി, ദ പൊളിറ്റി, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് കൾച്ചർ. സ്റ്റഡിങ് മാൻ ആൻഡ് നേച്ചർ ഇന്ററാക്ഷൻസ് ആഡ് അനദർ ഡയമെൻഷൻ ടു ദ സോഷ്യോളജി. അപ്പൊ സോഷ്യോളജി മനുഷ്യനും പ്രകൃതിയായിട്ടുള്ള ആ ഇടപെടലുകളെ കുറിച്ചും കൂടി പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഒരു പ്രത്യേക ഭാഗം കൂടി ചേർക്കപ്പെട്ടു. ആൻഡ് സോഷ്യൽ എക്കോളജി ആസ് എ ടേം captured this interaction between human and biological world of ecology. അപ്പോൾ ബയോളജിക്കൽ വേൾഡ് ഓഫ് എക്കോളജിയും ഹ്യൂമനും ഇവർ തമ്മിലുള്ള ഇടപെടലുകളുടെ ഫലമായിട്ടാണ് സോഷ്യൽ എക്കോളജി എന്നുള്ള ആ ടേം ഉത്ഭവിച്ചത്. ദിസ് യൂണിറ്റ് ഡിസ്കസ് ദ ടേം സോഷ്യൽ എക്കോളജി. അപ്പൊ ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത് സോഷ്യൽ എക്കോളജിയെ കുറിച്ചാണ്. ദ ടേം ഹാസ് ബീൻ യൂസ്ഡ് ബൈ മെനി ഡിസിപ്ലിൻസ് ഫ്രം ഇറ്റ്സ് ഡിസിപ്ലിനറി വാൻറ്റേജ് പോയിന്റ് ആൻഡ് പെർസ്പെക്റ്റീവ്. അപ്പൊ ടേം ഹാസ് ബീൻ യൂസ്ഡ് ബൈ മെനി ഡിസിപ്ലിൻസ്. പല ഡിസിപ്ലിൻസിലും ഈ സോഷ്യൽ എക്കോളജി എന്നുള്ള ആ ടേം യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളും കാഴ്ചപ്പാടുകളും ഒക്കെ പല ഡിസിപ്ലിൻസും ചേർത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇനി വാട്ട് ഈസ് സോഷ്യൽ എക്കോളജി? ഇനി സോഷ്യൽ എക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സോഷ്യൽ എക്കോളജി ഇസ് എ കോമ്പൗണ്ട് ഓഫ് സോഷ്യൽ ആൻഡ് എക്കോളജി. സോഷ്യൽ എക്കോളജി എന്ന് പറഞ്ഞാൽ അത് 2 പദങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. ഒന്ന് സോഷ്യൽ, മറ്റത് എക്കോളജി. ദ ടേം സോഷ്യൽ റെഫേഴ്സ് ടു ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് ദ വേ ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ്. അപ്പൊ സോഷ്യൽ എന്നുള്ള ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് ദ വേ ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ്. ഹ്യൂമൻ സൊസൈറ്റി അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന രീതി അതിനെ കാണിക്കുന്നതാണ് സോഷ്യൽ എന്നുള്ള പദം. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സ്റ്റഡി ഓഫ് all the constituent elements of society, of the economy, the polity, social structure and culture. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കുന്നത് സോഷ്യൽ എക്കണോമി, പൊളിറ്റി, സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് കൾച്ചർ. ദ ടേം എക്കോളജി റെഫേഴ്സ് ടു ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിവിങ് തിങ്സ് ആൻഡ് ദെയർ എൻവയറൺമെന്റ്. അപ്പൊ സോഷ്യൽ എന്ന് പറഞ്ഞ പദം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനുള്ളിൽ നമ്മൾ പഠിക്കണം സൊസൈറ്റിയെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ നമ്മൾ പഠിക്കണമെന്ന് കണ്ട്. ഇനി എക്കോളജി എന്നുള്ള പദം അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ ടേം എക്കോളജി റെഫേഴ്സ് ടു ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിവിങ് തിങ്സ് ആൻഡ് ദെയർ എൻവയറൺമെന്റ്. ലിവിങ് തിങ്സും അതിന്റെ എൻവയറൺമെന്റും തമ്മിലുള്ള ആ ബന്ധം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിവിങ് തിങ്സ് ആൻഡ് ദെയർ എൻവയറൺമെന്റ്. പരിസ്ഥിതിയും അവിടെ ജീവിക്കുന്ന മറ്റ് ജീവജാലങ്ങളും അത് തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിനെയാണ് എക്കോളജി എന്നുള്ള പദം കൊണ്ട് നമ്മൾ റെഫർ ചെയ്യണത്. ദെയർഫോർ സോഷ്യൽ എക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് എൻവയറൺമെന്റ് around them. അപ്പൊ സോഷ്യൽ എക്കോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ്സും എൻവയറൺമെന്റും തമ്മിലുള്ള ഇടപെടലുകളെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ സൊസൈറ്റിയിൽ ഈ ഹ്യൂമൻ ബീയിങ്സും എൻവയറൺമെന്റും തമ്മിലുള്ള ഇടപെടലുകളും അതിൽ നിന്ന് ഉത്ഭവിച്ച കാര്യങ്ങളുമാണ് നമ്മൾ ഈ സോഷ്യൽ എക്കോളജി എന്നുള്ള സബ്ജക്റ്റിനുള്ളിൽ പഠിക്കണം. ഇറ്റ് ഈസ് ആൻ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ടു സ്റ്റഡി.
the interrelationship between human social institution and ecological or environmental issues. Philosophically, it is a dialectical approach which examines the ecological dimensions of all social phenomena historically to arrive at practical wisdom to guide human society to face challenges and opportunities in its historical evolution. അപ്പോൾ ഫിലോസഫിക്കലി പറയുകയാണെങ്കിൽ, തത്വപരമായിട്ട് പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ഡയലറ്റിക്കൽ അപ്രോച്ച്. ഇതിൽ ഒരു ഡയലറ്റിക്കൽ അപ്രോച്ചാണ് കാണാൻ പറ്റുന്നത്. ദ എക്കോളജിക്കൽ ഡൈമെൻഷൻസ് ഓഫ് ഓൾ സോഷ്യൽ ഫിനോമിന, എല്ലാ സോഷ്യൽ ഫിനോമിനയുടെയും ഒരു എക്കോളജിക്കൽ ഡൈമെൻഷൻസ് holistically to arrive at a practical wisdom to guide human society to face challenges and opportunities in its historical evolution. അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പരിണാമ പ്രക്രിയയിൽ നേരിടുന്ന ചലഞ്ചസും ഓപ്പർച്യൂണിറ്റീസും ഒരു പ്രാക്ടിക്കൽ വിസ്ഡം ഉപയോഗിച്ച് മനസ്സിലാക്കുന്ന ആ പ്രക്രിയയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഡയലറ്റിക്കൽ approach എന്ന് പറഞ്ഞാൽ. ഇനി furthermore, the social here pertains to strong communitarian tradition where an individual personality and social identity are primarily shaped by the community in which he or she lives. അപ്പോൾ ഒരാൾക്ക് അയാളുടെ ഐഡന്റിറ്റി കിട്ടുന്നത് എപ്പോഴും അയാൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കമ്മ്യൂണിറ്റേറിയൻ എന്നാണെന്ന് പറയാം. സോ ഫർദർമോർ ദ സോഷ്യൽ here pertains to strong communitarian tradition thus social ecology may also be described as a social practice based in eco-authoritarianism. Sociologically, social ecology has been identified as an environmentally oriented sociology. അപ്പോൾ സോഷ്യോളജിക്കലി പറയുകയാണെങ്കിൽ സോഷ്യൽ എക്കോളജി ഹാസ് ബീൻ ഐഡന്റിഫൈഡ്. സോഷ്യൽ എക്കോളജിനെ നമുക്ക് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. എങ്ങനെയാണ്? എൻവയറമെന്റലി ഓറിയന്റഡ് സോഷ്യോളജി, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു സോഷ്യോളജി, എൻവയറമെന്റലി ഓറിയന്റഡ് സോഷ്യോളജി എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ സോഷ്യൽ എക്കോളജിനെ പറയാം. ഇത് രാമചന്ദ്ര ഗുഹ 1994 പറഞ്ഞിട്ടുള്ളതാണ്. ട്രഡീഷണലി സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ സ്റ്റഡീസ് ദ സൊസൈറ്റി ഫ്രം 4 വാൻറ്റേജ് പോയിന്റ്സ്. നമ്മൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞ്. ട്രഡീഷണലി സോഷ്യോളജി മുഖ്യമായിട്ട് പഠിക്കുന്ന 4 പ്രധാനപ്പെട്ട പോയിന്റ്സിൽ കൂടിയാണ്. അതായത് ദ എക്കണോമി, ദ പൊളിറ്റി, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, social structure and culture, and analytical devices to facilitate systematic comparison within a society or between 2 or more societies. And ecological perspectives adds another vantage from which the human society can be studied. അപ്പോൾ ആദ്യത്തെ 4 പ്രധാനപ്പെട്ട മുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു ഡൈമെൻഷനിൽ കൂടിയുള്ള സ്റ്റഡിയാണ് എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. അക്കോർഡിംഗ് ടു രാമചന്ദ്ര ഗുഹ, ദ എക്കോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ സൊസൈറ്റീൻ്റെ എക്കോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, അതായത് സോയിൽ, വാട്ടർ, ഫ്ലോറ, ഫ്യൂണ, ക്ലൈമറ്റ് എക്സെട്ര, 4 ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്ന സോയിൽ, മണ്ണ്, അതുപോലെ വാട്ടർ, വെള്ളം, ഫ്ലോറ എന്ന് വെച്ചാൽ സസ്യവർഗം, ഫൗന ജന്തുവർഗം, അതുപോലെ ക്ലൈമറ്റ്, ഇതെല്ലാം ചേർന്നതിനെയാണ് ഇവിടെ ദ എക്കോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദ എക്കോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ സൊസൈറ്റി സിഗ്നിഫിക്കൻ്റ്ലി കണ്ടീഷൻസ് ദ എവല്യൂഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഹ്യൂമൻ എക്കണോമിക് ലൈഫ്, പൊളിറ്റിക്കൽ റിലേഷൻസ്, സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഐഡിയോളജി. എന്ന് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൾച്ചർ. സൈമൾട്ടേനിയസ് ദ ഹ്യൂമൻ എൻഗേജ്മെന്റ് വിത്ത് നേച്ചർ ഇൻ ടേൺസ് models the natural environment in its own image to suit its own purpose. Thus, social is the study of reciprocal relationship between the ecological infrastructure on the one hand. അപ്പോൾ ഒരു വശത്തു കൂടി എക്കോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ സോഷ്യൽ റിലേഷൻസും തമ്മിലുള്ള ഇടപെടലുകളെ കുറിച്ചുള്ള പഠനം, അതുപോലെ തന്നെ മറുവശത്ത് എക്കണോമി, പൊളിറ്റി, സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് കൾച്ചർ ഓൺ ദ അതർ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പഠനമാണ് സോഷ്യൽ എക്കോളജിയുടെ അകത്ത് വരുന്നത്. ഹെൻസ് ദ സബ് ഡിസിപ്ലിൻ ഓഫ് സോഷ്യൽ എക്കോളജി ഈസ് ബേസ്ഡ് ഓൺ ദ ഇന്റർഡിപെൻഡൻസ് ഓഫ് ദ ബയോഫിസിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ സ്ഫിയേഴ്സ്. അതുകൊണ്ട് തന്നെ സബ് ഡിസിപ്ലിൻ ആയിട്ടാണ് സോഷ്യൽ എക്കോളജിനെ കാണുന്നത്. സോഷ്യൽ
സോഷ്യോളജിയുടെ ഒരു ഡിസിപ്ലിൻ ആയിട്ടാണ്. അപ്പൊ ഈ സബ് ഡിസിപ്ലിനിന്റെ ബേസ് എന്ന് പറയുന്നത് ഇന്റർഡിപെൻഡൻസ് ഓഫ് ദ ബയോഫിസിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ സ്ഫിയേഴ്സ് ആണ്. ഇനി ഒറിജിൻ ഓഫ് സോഷ്യൽ എക്കോളജിയുടെ ഒറിജിനെ കുറിച്ച്, അതിന്റെ പ്രാരംഭം എങ്ങനെയാണെന്ന്. മുറേ ബുക്ചിൻ ഹാസ് ബീൻ കൺസിഡർ ദ ക്വൈറ്റ് എസെൻഷ്യൽ സോഷ്യോ എക്കോളജിസ്റ്റ് ഓഫ് 20th century. 20th centuryയിലെ ഒരു പ്രമുഖനായിട്ടുള്ള സോഷ്യൽ എക്കോളജിസ്റ്റ് ആണ് മുറേ ബുക്ചിൻ. പക്ഷേ ഹൂസ് ഇൻഫ്ലുവൻസ് കണ്ടിന്യൂസ് ഇൻ ടു ദ 21st century. 20th centuryയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും 21st centuryയിലും അദ്ദേഹത്തിന് ഹിസ്റ്ററിയിൽ സ്ഥാനം ഉണ്ടായിരുന്നു. ദ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ എക്കോളജി ആസ് എ സോഷ്യൽ ആൻഡ് എക്കോളജിക്കൽ ഫിലോസഫി ട്രേസസ് ഇസ് ലീനേജ് ടു ദ എക്കോളജിക്കൽ കമ്മ്യൂണിറ്റേറിയനിസം ഓഫ് ദ റഷ്യൻ അനാർക്കിസ്റ്റ് ജിയോഗ്രഫർ P.A. ക്രോപ്പോട്കിൻ. അടുത്ത സോഷ്യോളജിയുടെ ആരംഭത്തിന് സഹായിച്ച മറ്റൊരു പ്രധാന വ്യക്തിയാണ് P.A. ക്രോപ്പോട്ടോക്കിൻ. ഇൻ ദ 19th century എ പ്രൊപ്പോണന്റ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി. അദ്ദേഹം ഒരു പ്രൊപ്പോണന്റ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിലെ ഒരു പ്രൊപ്പോണന്റ് ആയിരുന്നു. ബേസ്ഡ് ഓൺ വോളണ്ടറി അസോസിയേഷൻസ് ഓഫ് സെൽഫ് ഗവേണിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് വർക്ക് റൺ എന്റർപ്രൈസസ്. ക്രോപ്പോട്കിൻ ബിലീവ്ഡ് ഇൻ മ്യൂച്വൽ എയ്ഡ്, വോളണ്ടറി കോർപ്പറേഷൻ, critic the controlling tendencies of feudalism and capitalism to expose political and economic decentralization, democratic devolution and communitarian values. All stands for his thought. ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ചിന്താഗതിയിൽ വന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തെ കൂടാതെ അനദർ അനാർക്കിസ്റ്റ് ജിയോഗ്രഫർ, എ കണ്ടംപററി, എ പൊളിറ്റിക്കൽ ആക്ഷനിസ്റ്റ്, അദ്ദേഹത്തിന്റെ പേരാണ് P.A. ക്രോപ്പോട്കിന്റെ തന്നെ ഒരു കണ്ടംപററി പൊളിറ്റിക്കൽ ആക്ഷനിസ്റ്റ് ആണ്. ഫ്രഞ്ച് തിങ്കർ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ജാക്യൂസ് എൽ സി ടെക്ലൂസ്. മുഴുവൻ പേര് ജാക്യൂസ് എൽ സി ടെക്ലൂസ്. ഈ മൂന്ന് ആളുകളുടെ പേരും വളരെ പ്രാധാന്യമുള്ളതാണ്. ഇതിൽ ഈ ജാക്യൂസ് എൽ സി ടെക്ലൂസ് പലപ്പോഴും വൺ വേർഡ് പോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ. അപ്പൊ ഹൂ സ്റ്റഡീസ് ഇൻ ലോങ് റേഞ്ച് സോഷ്യൽ ജിയോഗ്രഫി ഈസ് സപ്പോസ് ടു ഹാവ് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യൽ എക്കോളജി. സോഷ്യൽ എക്കോളജിക്ക് അടിത്തറ പാകിയ വ്യക്തിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ജാക്യൂസ് എൽ സി ടെക്ലൂസിനെയാണ്. It explored the history of interaction between human society and the natural world since its evaluation to the present time. His social geography traces the historical development of modern centralized state based in capital and authoritarian ideologies through the long record of experiment in cooperation, direct democracy and human freedom from the ancient Greek polis through ഐസ്ലാൻഡിക് ഡെമോക്രസി, മെഡീവൽ ഫ്രീ സിറ്റീസ് ആൻഡ് ഇൻഡിപെൻഡൻസ് സ്വിസ് കണ്ടിന്യൂസ്. അതൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് വ്യക്തി, ഇതിന്റെ ഒറിജിനെ സഹായിച്ചിട്ടുള്ള മറ്റൊരു സോഷ്യോളജിസ്റ്റ് ആണ് പാട്രിക് ജഡേഴ്സ്, എ സ്കോട്ടിഷ് ബൊട്ടാണിസ്റ്റ്. സോഷ്യോളജിസ്റ്റ് ആണ്, അതോടൊപ്പം തന്നെ സ്കോട്ടിഷ് ബൊട്ടാനിസ്റ്റ്, എ സോഷ്യോളജിസ്റ്റ്, എ ജിയോഗ്രഫർ ആൻഡ് അർബൻ പ്ലാനർ, ബിലീവ്ഡ് ഇൻ സർട്ടനിറ്റി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പീപ്പിൾ ആൻഡ് ദർ ഫിസിക്കൽ എൻവയോൺമെന്റ് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. പിന്നെ അടുത്ത വ്യക്തി ഇതിലേക്ക് സഹായിച്ചിട്ടുള്ളത് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ പാട്രിക് ജഡേഴ്സ്, ദ അമേരിക്കൻ ഹിസ്റ്റോറിയൻ, സോഷ്യൽ തിയറിസ്റ്റ് ആൻഡ് അർബൻ പ്ലാനർ. പാട്രിക് ജഡേഴ്സ് അദ്ദേഹം അമേരിക്കൻ ഹിസ്റ്റോറിയൻ ആയിരുന്നു, സോഷ്യൽ തിയറിസ്റ്റ് ആണ്, അർബൻ പ്ലാനർ ആണ്. അതുപോലെ ലൂയിസ് മഫോർഡ് മറ്റൊരു വ്യക്തി, ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ആസ് എ സോഷ്യൽ എക്കോളജിസ്റ്റ് ഓഫ് റെപ്യൂട്ട് ആൻഡ് ഇൻഫ്ലുവൻസ്. ദ ബേസിസ് ഓഫ് സോഷ്യോ എക്കോളജിക്കൽ ഫിലോസഫി പുട്ട് ഫോർവേഡ് ബൈ മഫോർഡ് ഈസ് ആൻ ഓർഗാനിക് ന്യൂ ഓഫ് റിയാലിറ്റി. അദ്ദേഹമാണ്, ലൂയിസ് മഫോർഡ് ആണ് ബേസിസ് ഓഫ് സോഷ്യോ എക്കോളജിക്കൽ ഫിലോസഫി ഫോർവേഡ് ചെയ്തത്. അത് ഈ പേരിലായിരുന്നു, ഓർഗാനിക് ന്യൂ ഓഫ് റിയാലിറ്റി. ഇത്രയാണ് അതിന്റെ ആരംഭത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇവിടെ ചെക്ക് യുവർ പ്രോഗ്രസ്സിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3ഉം പലപ്പോഴും എ പാർട്ട് പോലത്തെ ക്വസ്റ്റ്യൻസ്, വൺ വേർഡ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അത് നന്നായിട്ട് നോക്കിക്കുക. സോഷ്യൽ എക്കോളജി, എ റാഡിക്കൽ വ്യൂ. Far from adhering to the claim that many environmentalist demands are too radical,
I would argue that they are not radical enough, confronted by a society that they are not radical enough, confronted by a society that is not only polluting the planet to a scale unprecedented in history, but undermining its most fundamental biochemical cycles. I would argue that environmentalists have not posed the strategic problem of establishing a new and lasting equilibrium with nature. ഇത് മൊറേ ബുക്കിന്റെ വാക്കുകളാണ്. അപ്പൊ എപ്പോഴും എൻവയറമെന്റും അതുപോലെ നേച്ചറുമായിട്ട് ഒരു ഈക്വിലിബ്രിയം സ്ഥാപിച്ചിരിക്കണം. അവിടെ പൊല്യൂഷനിൽ നിന്നും മറ്റു ബുദ്ധിമുട്ടുകളിൽ നിന്നും അവിടെയുള്ള ജീവജാലങ്ങളെ രക്ഷിക്കുക എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ കൂടി ആശയങ്ങൾ പ്രദർശിപ്പിച്ചത്. An expert taken from Nure books toward an ecological society reflects a utopian socialistic radical view regarding the state of relationship between the social and natural worlds. ഇപ്പൊ സോഷ്യൽ ആൻഡ് നാച്ചുറൽ വേൾഡ്സിനെ കുറിച്ച് ടവേഴ്സ് ആൻഡ് എക്കോളജിക്കൽ സൊസൈറ്റി എന്നുള്ള ബുക്കിൽ ഒരു നല്ല റിഫ്ലെക്സ് എ ഉട്ടോപ്പിയൻ സോഷ്യലിസ്റ്റ് റാഡിക്കൽ വ്യൂ അതിൽ കൂടി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എ പൈനർ ഓഫ് ലെഫ്റ്റ് എക്കോളജിക്കൽ തോട്ട് ആൻഡ് ആക്ഷൻ, എ റിവൈവർ ഓഫ് എ ട്രഡീഷൻ ഓഫ് സോഷ്യൽ അനാർക്കിൽ ബിഗിനിങ് ഇൻ ദ 1950s and 60s. Murray Bookchin sought to offer a coherent theoretical perspective, a generation of ecological and libertarian socialist activists and writers. അതുപോലെ തന്നെ ബുക്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡയലക്റ്റിക്കൽ ഫിലോസഫി, എ ഡയലക്റ്റിക്കൽ ഔട്ട്ലുക്ക് ഓൺ ഹ്യൂമൻ ഹിസ്റ്ററി വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൺസെപ്റ്റ് ലൈക്ക് ജസ്റ്റിസ്, ഐഡിയൽ ഓഫ് ഫ്രീഡം, ഈക്വാളിറ്റി, റൂൾ ഓഫ് ഇക്വാലൻസ്, ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ച് ഡയലക്റ്റിക് ഫിലോസഫി കൂടി ബുക്സിൻ വെളിച്ചത്ത് കൊണ്ടുവന്നു. ബുക്സിൻ ഫോളോസ് ദ ലോജിക് ഓഫ് എവല്യൂഷൻ ഇൻ ദ നാച്ചുറൽ ആൻഡ് സോഷ്യൽ വേൾഡ് വിച്ച് സീംസ് എ പെസിമിസ്റ്റിക് indictment of what has happened till now. To an expanded view, what could be based on what ought to be. അപ്പൊ എന്തിനാ ബേസ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കണം ഓരോ കാര്യങ്ങൾ എന്നുള്ളത് അദ്ദേഹം ഈ ഡയലക്റ്റിക് ഫിലോസഫി കൂടി പ്രദർശിപ്പിക്കുകയുണ്ടായി. ദ എമാൻസിപ്പേറ്റർ പൊട്ടൻഷ്യൽ ഇസ് ദ പൊളിറ്റിക്കൽ പാരക്സിസ് ഓഫ് libertarian municipalism arrived at realizing the ecological reconstruction of society. ഈ ഗ്രീൻ പൊളിറ്റിക്സ് എന്താണെന്ന് ആ കോളത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കിയേക്കുക. അതുപോലെ സോഷ്യൽ എക്കോളജി ദ ഇന്ത്യൻ സിനാറിയോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. സോഷ്യൽ എക്കോളജി ദ ഇന്ത്യൻ സിനാറിയോ എപ്പോഴും പരീക്ഷയ്ക്ക് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. എൻവയറമെന്റ് ദ പ്രോബ്ലം ഓഫ് എക്കോളജിക്കൽ സർവൈവൽ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആർ സം ഓഫ് ദ catch phrases which characterize the universe of sociological and social anthropological research in India too. അപ്പൊ ഈ എൻവയറമെന്റ് അതുപോലെ എക്കോളജിക്കൽ സർവൈവൽ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഈ വക കാര്യങ്ങളെ കുറിച്ച് യൂണിവേഴ്സിൽ പലയിടത്തും റിസർച്ച് ആരംഭിച്ചതോടുകൂടി ഇന്ത്യയിലും സോഷ്യോളജിക്കലും അതുപോലെ ആന്ത്രപ്പോളജിക്കൽ റിസർച്ചിലും ഈ കാര്യങ്ങളെല്ലാം സ്ഥാനം പിടിച്ച്. ഹിസ്റ്റോറിയൻസ് and economists have also made their contribution to this field of enquiry. ഈ ഫീൽഡ് ഓഫ് എൻക്വയറിയിൽ ഹിസ്റ്റോറിയനും എക്കണോമിക്സും എല്ലാവരും സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഇൻ ഇന്ത്യ ആസ് എൽസ്വെയർ, റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് എക്കോളജി ആൻഡ് എൻവയറമെന്റ് ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് ടു ദ റൈസ് ആൻഡ് മെച്യൂരിറ്റി ഓഫ് ദ എൻവയറമെന്റൽ മൂവ്മെന്റ്. എൻവയറമെന്റൽ മൂവ്മെന്റ് ഇവിടെ തുടങ്ങിയതോടുകൂടി, പരിസ്ഥിതിനെ സംരക്ഷിക്കാൻ വേണ്ടി ചില പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചതോടുകൂടിയാണ് ഇവിടെ സോഷ്യൽ എക്കോളജിയെ കുറിച്ച് കൂടുതൽ റിസർച്ചുകൾ ചെയ്യാനായിട്ട് ആളുകൾ സ്കോളേഴ്സ് ഒക്കെ പ്രേരിപ്പിക്കപ്പെട്ടത്. എൻവയറമെന്റലിസം ഇൻ ഇന്ത്യ ഹാസ് ഗോൺ ത്രൂ ടു വേവ്സ്. ദ ഫസ്റ്റ് വേവ് പീക്ഡ് ഇൻ ദ ഇന്റർവാർ ഇയേഴ്സ് when pioneering writers in the field published a series of now forgotten studies which foregrounded the ecological infrastructure ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. അപ്പൊ ഫസ്റ്റ് ഇന്റർവാർ ഇയേഴ്സിലാണ് ഇതിനെക്കുറിച്ച് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ പല അഭിപ്രായങ്ങളും പുറപ്പെടുവിച്ചത്. രാധാ കൈമൾ മുഖർജി വാസ് വൺ സച്ച് പൈനിയർ. അങ്ങനെ പ്രമുഖരായ വ്യക്തികൾ സോഷ്യൽ എക്കോളജിയുടെ പ്രാധാന്യത്തെ മനുഷ്യരുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന വ്യക്തികളിൽ ഇന്ത്യയിലെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് രാധാ കൈമൾ മുഖർജി. The second is a more recent one is emerged
during the early 90s as a consequence of post-independence concern with industrialization to catch up with the developed world relegated environmental concerns to the background. പിന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം അതിൻ്റെ ഫലങ്ങൾ മൂലം പ്രകൃതിക്കുണ്ടായ നാശനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കി വീണ്ടും പല ആളുകളും ഇതുപോലെയുള്ള സോഷ്യൽ മൂവ്മെന്റ്സ് ഒക്കെ ആരംഭിക്കുകയുണ്ടായി. ഹവർ പോപ്പുലർ സോഷ്യൽ മൂവ്മെന്റ് ഇൻ ദ വെയ്ക്ക് ഓഫ് മാസീവ് എക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ allied with intellectual concerns about the environment has led to the creation of an ecologically informed social science. അപ്പം അങ്ങനെ ഒരു എക്കോളജിക്കലി ഇൻഫോംഡ് സോഷ്യൽ സയൻസിൻ്റെ ആരംഭത്തിന് ഇതുപോലെയുള്ള എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് വളരെ സഹായപ്രദമായിരുന്നു. ഇനി അടുത്ത രാധാ കൈമൾ മുഖർജിയെ കുറിച്ചാണ്. അത് അദ്ദേഹം ഒരു ഇന്ത്യൻ pioneer ആണ്. In this section we will getting to know one such Indian pioneer in the field of social ecology, that is Radha Kaimal Mukherjee. All the time when R.K. Mukherjee wrote about this concern for ecology and environment, there were hardly any texts in India, both scholarly or popularly. However, the ecological approach in social theory has gradually assumed significance. Radha Kaimal Mukherjee was influenced by social ecologists. പല സോഷ്യൽ എക്കോളജിസ്റ്റുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട് രാധാ കൈമൾ മുഖർജി. പാട്രിക് ജഡേഴ്സ് ആൻഡ് ദ ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ ലൂസി ഫേവർ ഇൻ ഹിസ് അണ്ടർസ്റ്റാൻഡിങ് റീജിയണൽ ബേസ് ഓഫ് സോഷ്യൽ ലൈഫ്. അദ്ദേഹത്തിൻ്റെ ഒരു കൈമളിൻ്റെ ഒരു ബുക്കാണ് റീജിയണൽ ബേസ് ഓഫ് സോഷ്യൽ ലൈഫ്. അപ്പോൾ അവിടെ ഇത് എഴുതാനായിട്ട് അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തികളിൽ പ്രമുഖരാണ് പാട്രിക് ജഡേഴ്സ് ആൻഡ് ദ ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ ലൂസിയൻ ഫെവർ. ഇൻ ഹിസ് ബുക്ക് റീജിയണൽ സോഷ്യോളജി, അദ്ദേഹത്തിൻ്റെ ബുക്ക് റീജിയണൽ സോഷ്യോളജി, മുഖർജി കൺസീവ്സ് ഓഫ് എ മാൻ ആൻഡ് ദ റീജിയൻ ആസ് മ്യൂച്വലി ഇന്റർഡിപ്പെൻഡന്റ് എൻറ്റിറ്റീസ്. മനുഷ്യനും അതുപോലെ അവൻ ജീവിക്കുന്ന പ്രദേശവും തമ്മിൽ പരസ്പരം വളരെ അടുത്ത ഒരു ബന്ധമാണുള്ളത്. എൻറ്റിറ്റീസ് പ്ലാസ്റ്റിക് ഫ്ലുവൻറ്റ് ആൻഡ് ഗ്രോയിങ്. ദ റീജിയൻ ആൻഡ് ദ വെബ് ഓഫ് ലൈഫ് വിത്തിൻ ദ റീജിയൻ കംപ്രൈസിങ് ഓഫ് എ പ്ലാന്റ് ആനിമൽ ആൻഡ് ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ആ റീജിയനും അവിടെയുള്ള വെബ് ഓഫ് ലൈഫും അത് തമ്മിലുള്ള ആ ഇന്റർ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആനിമൽ ആൻഡ് ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള ആ ബന്ധം, വിച്ച് ആർ സിസ്റ്റംസ് ഓഫ് കോറിലേറ്റഡ് വർക്കിംഗ് പാർട്സ് ഇൻ ദ ഓർഗനൈസേഷൻ ഓഫ് റീജിയൻ, created a harmonious working balance by mutually influencing each other. ഈ രണ്ടു കൂട്ടരും പ്ലാന്റ് ആനിമലും ഹ്യൂമൻ കമ്മ്യൂണിറ്റീസും അവരുടെ ഹാർമോണിയസ് ആയിട്ടുള്ള വർക്കിംഗ് ബാലൻസ് മ്യൂച്വലി ഇൻഫ്ലുവൻസിങ് ഈച്ച് അതർ. According to Mukherjee, man's mastery of the region consists in a mutual give and take between the human and biotic world and not of one-sided exploitation by man. He conceptualized the region as a living organism. അദ്ദേഹത്തിൻ്റെ ആ ധാരണ ഇങ്ങനെയായിരുന്നു. റീജിയൻ എന്ന് പറഞ്ഞാൽ ആസ് എ ലിവിങ് ഓർഗനൈസം ആണ്, എക്സിബിറ്റിംഗ് ദ ഹാർമോണിയസ് വർക്കിംഗ് ടുഗദർ ഓഫ് ഡിഫറെൻറ്റ് ലിവിങ് സിസ്റ്റം. ഡിഫറെൻറ്റ് ലിവിങ് സിസ്റ്റം ആയിട്ട് ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ജീവിത രീതി മുന്നോട്ട് വെക്കുന്ന ഒന്നാണ് ലിവിങ് ഓർഗനിസവും ഡിഫറെൻറ്റ് ലിവിങ് സിസ്റ്റം ഒക്കെ ആയിട്ട് ഒരു നല്ല ഹാർമോണിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണ് റീജിയൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ദീസ് മ്യൂച്വലി ഇൻഫ്ലുവൻസ്ഡ് ഈച്ച് അതർ ത്രൂ ചെയിൻസ് ഓഫ് ആക്ഷൻ ആൻഡ് ഇന്ററാക്ഷൻസ്. അപ്പം ഈ രണ്ടു കൂട്ടരും ലിവിങ് ഓർഗനൈസവും അതുപോലെ അവിടുത്തെ ഡിഫറെൻറ്റ് ലിവിങ് സിസ്റ്റം ഒക്കെ തമ്മിൽ മ്യൂച്വലി ഇൻഫ്ലുവൻസ് ഈച്ച് അതർ ത്രൂ ചെയിൻസ് ഓഫ് ആക്ഷൻസ് ആൻഡ് ഇന്ററാക്ഷൻസ് എസ്റ്റാബ്ലിഷിംഗ് സം കൈൻഡ് ഓഫ് ബാലൻസ്. അപ്പൊ ഇവരുടെ ആക്ഷൻസും ഇന്ററാക്ഷൻസും ഒക്കെ തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ, ഒരു ബാലൻസ് തന്നെ അവിടെ ക്രമീകരിക്കപ്പെടുന്നുണ്ട്. സച്ച് എ ബാലൻസ് ക്യാൻ ബി വിറ്റ്നസ്ഡ് ഇൻ ഓൾഡ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ ആൻഡ് ചൈന. അപ്പൊ ഇതുപോലെയുള്ള ബാലൻസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് പഴയ രാജ്യങ്ങളായ ഇന്ത്യ, ചൈന പോലെയുള്ള സ്ഥലങ്ങളിലാണ്. ഹിയർ വൺ ക്യാൻ ഡിസേൺ ഇൻ ദ മെച്ചോർ ഡെൻസ്ലി പോപ്പുലേറ്റഡ് പ്ലെയിൻസ് എവരി സ്റ്റേജ് ഓഫ് ദ പ്രോസസ് ബൈ വിച്ച് ദ റീജിയണൽ ബാലൻസ് ഈസ് കെപ്റ്റ് സ്റ്റേബിൾ. അപ്പൊ പോപ്പുലേഷൻ ഡെൻസ്ലി പോപ്പുലേറ്റഡ്
ഐസൊലേറ്റഡ് സ്ഥലങ്ങളാണെങ്കിലും അവിടെയൊക്കെ ഈ രണ്ടു കൂട്ടർക്കും തമ്മിലുള്ള ആ ബാലൻസ്, അത് ഹ്യൂമൻ ബീയിങ്സും അതുപോലെ നാച്ചറും തമ്മിലുള്ള ബാലൻസ് വളരെ നന്നായിട്ട് കീപ്പപ്പ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓൾസോ one can see lines this balance is upset both by natural fluctuation caused by cycles of rainfall, changes of landscape and river, or by long continued human actions such as the destruction of forest, non-conservative agriculture and artificial interferences with natural drainage. അപ്പൊ ചില സമയത്ത് ഇതിനൊക്കെ പ്രോബ്ലം ഉണ്ടാകുന്നത് ഇതുപോലെയുള്ള ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ഈ ബാലൻസ് തെറ്റാറുണ്ട്. Thus, human region, according to Mukherjee, constitutes the basic because only within the regional area can one best understand the complex interrelations between culture-bearing human groups and the plant, animal and non-living environments with which they interact. അപ്പൊ ഈ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റിലുള്ള കോംപ്ലക്സ് ഇന്ററാക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്. കൾച്ചർ ബീയിങ് ഹ്യൂമൻ ഗ്രൂപ്പ്സും അതുപോലെ പ്ലാന്റ്സ്, ആനിമല്, നോൺ ലിവിങ് എൻവയോൺമെന്റ്സ് എല്ലാവരും തമ്മിലുള്ള ആ ഇന്ററാക്ഷൻ അത് വളരെ സൗമ്യതയോടുകൂടിയും രമ്യതയോടുകൂടിയും തുലനാത്മകമായിട്ടുമാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ള അഭിപ്രായക്കാരനാണ് RK മുഖർജി. Recognizing the disturbance brought about by human and animal processes in the natural ordering in a given region at a particular time leads to complex sequences in ecological succession. ഇനി ചിലപ്പോൾ എക്കോളജിക് സക്സഷൻ അല്ലെങ്കിൽ എക്കോളജിക്ക് ഹാനികരമായിട്ട് ചില സംഭവങ്ങൾ ഈ ഹ്യൂമൻ ആനിമൽസ് സ്പെസീസും അതുപോലെ നാച്ചുറൽ ഓർഡറിങ് ഗിവൺ ഇൻ റീജിയൻസിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ട് വരുമ്പോൾ അവിടെ പല പ്രോബ്ലം അതുമൂലം ഉണ്ടാകാറുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ഓവർ ഗ്രേസിംഗ് ആൻഡ് ടാംബ്ലിംഗ് ബൈ ഡൊമസ്റ്റിക് ആനിമൽസ് ഇൻ ദ റിവർ പ്ലെയിൻസ് ഓഫ് ഇൻഡോ-ഗാങ്റ്റിക് റീജിയൻസ് ഇൻ ഇന്ത്യ ഹാസ് റിസൾട്ടഡ് ഇൻ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് വെജിറ്റബിൾ കവർ. അപ്പോൾ ഓവർ ഗ്രേസിങ്, ട്രാംബ്ലിംഗ് ബൈ ഡൊമസ്റ്റിക് ആനിമൽസിന് ഓവറായിട്ട് ഒരേ സ്ഥലങ്ങളിൽ തന്നെ മേയുന്നത് കൊണ്ട് അവിടെയുള്ള വെജിറ്റബിൾ കവറിങ് ഒക്കെ നഷ്ടപ്പെടും. ആൻഡ് അപ്പിയറൻസ് ഓഫ് പെരീനിയർ ഓർ 1000 വീഡ്സ് ഹാംഫുൾ ഫോർ ദ ഫ്ലോറ ആൻഡ് ഫ്യൂണ ഓഫ് ദ റീജിയൻ. അതുപോലെ പല ആക്രമണങ്ങളും ഉണ്ട്. ഹാംഫുള്ളായിട്ട് ചില ഉപദ്രവകരമായിട്ടുള്ള ചില വീഡ്സ് വരിക, അതുപോലെ ഫ്ലോറ ആൻഡ് ഫ്യൂണ സസ്യവർഗത്തിനും ജന്തുവർഗത്തിനും ഒക്കെ നാശം സംഭവിക്കാറുണ്ട്. ബൈ ബേണിംഗ് ദ ഫോറസ്റ്റ് ആൻഡ് ക്ലിയറിംഗ് ദ ലാൻഡ് ഫോർ കൾട്ടിവേഷൻ. അത് ചിലപ്പോഴൊക്കെ കൾട്ടിവേഷന് വേണ്ടി ഫോറസ്റ്റും അവിടെയുള്ള മറ്റു സാധനങ്ങളൊക്കെ കത്തിച്ച് കളയുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. സെറ്റ്സ് അപ്പ് എ ട്രെയിൻ of consequences in which the entire series of plant species, animals and human communities are implicated. Thus, the study of human inference in ecologic succession has led harmful effects which in turn has threatened his food supply, health and living conditions. അപ്പൊ ഈ ഇതുപോലെയുള്ള പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ അവിടെയുള്ള ജീവജാലങ്ങൾക്കും അവരുടെ ആരോഗ്യത്തിനും ലിവിങ് കണ്ടീഷൻസിനും ഒക്കെ ഭീഷണി നേരിടാറുണ്ട്. എക്സാമിനിങ് ദസ് ദ intricacy of web of life, Radha Kaimal Mukherjee social ecology highlights the role of man in maintaining the ecological balance. അപ്പൊ മാൻ എങ്ങനെയാണ് എക്കോളജിക്കൽ ബാലൻസ് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ സൃഷ്ടിക്കണമെന്ന് അദ്ദേഹം തൻ്റെ എഴുത്തുകളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം സോഷ്യൽ എക്കോളജിക്കൽ കൺസേൺസ് ഇൻ ഇന്ത്യ. ദ കോൺസിക്വൻസ് ഓഫ് അൺസ്ട്രെയിൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ടു അച്ചീവ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് കാച്ചപ്പ് വിത്ത് ദ ഡെവലപ്ഡ് കൺട്രീസ് അൺവിറ്റിംഗ്ലി കമ്പൽഡ് അപ്പ് ടു ഇഗ്നോർ എക്കോളജിക്കൽ കൺസേൺസ്. അപ്പൊ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയൽ മറ്റ് ഉള്ള പോലെ തന്നെ നമുക്കും വേണമെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും അതിനെ അനുകരിച്ച് നമ്മൾ മറ്റു രാജ്യങ്ങളെ അനുകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ പല തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മളുടെ രാജ്യത്ത് ഉണ്ടാകാറുണ്ട്. ഇറ്റ് വാസ് ഓൺലി ഇൻ ദ 1970s ദാറ്റ് പോപ്പുലർ സോഷ്യൽ മൂവ്മെന്റ്സ്. അപ്പൊ അതിനെതിരായിട്ട് സോഷ്യൽ മൂവ്മെന്റ്സും ഇവിടെ പ്രസ്ഥാനങ്ങൾ പല മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് 1970 ഉണ്ടായ സോഷ്യൽ മൂവ്മെന്റ് ലൈക്ക് ദ ചിപ്കോ മൂവ്മെന്റ് ആൻഡ് അതർ വിച്ച് followed later alert disciplines like sociology and social anthropology about the emerging groundswell of public support for environmental issues and ecological regeneration of the devastated locals. അപ്പോൾ devastated localsന്റെ റീജനറേഷനും അതുപോലെ എക്കോളജിക്കൽ റീജനറേഷന് വേണ്ടിയിട്ട് നടത്തുന്ന പല
മൂവ്മെന്റ്സും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉടലെടുക്കാറുണ്ട്. എ സോഷ്യൽ എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ഇൻഹേഴ്സ് within itself the concern of ecology in interaction with the economic, political and cultural aspects of social and ecological problem like the Chipko movement or the Narmada Bachao Andolan are against on an environmental wrong. Environmentine എതിരായിട്ട് തെറ്റായിട്ട് പ്രകൃതിക്ക് വിപരീതമായിട്ട് പ്രവർത്തിച്ചതിന് എതിരായിട്ടുള്ള മൂവ്മെന്റ് ആണ് ചിപ്കോ മൂവ്മെന്റ്, അതുപോലെ നർമ്മദ ബച്ചോ ആന്തോളനൊക്കെ. To understand this, impulse created in the understanding of social and ecological and aid in searching for a solution in sustainable development. അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ ഈ സോഷ്യൽ ആൻഡ് എക്കോളജിക്കൽ എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാധവ് ഗാഡ്ഗി ആൻഡ് രാമചന്ദ്ര ഗുഹ ഹാവ് ഡെവലപ്ഡ് എ ഫ്രെയിം വർക്ക്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഈ മാധവ് ഗാഡ്ഗിലും രാമചന്ദ്ര ഗുഹയും കൂടി ചേർന്ന് ഒരു ഫ്രെയിം വർക്ക് തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. ദിസ് ഫ്രെയിം വർക്ക് റെസ്റ്റ് ഓൺ ദ ഫണ്ടമെന്റൽ ഓപ്പോസിഷൻ ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ. രണ്ട് ഓപ്പോസിഷൻ ഗ്രൂപ്പ്സ് അതിനെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. ഫസ്റ്റ് വൺ ഒമിനിവോറസ്, രണ്ടാമത്തേത് എക്കോസിസ്റ്റം പീപ്പിൾ. ഒമിനിവോറസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ഇൻഡസ്ട്രീരിയലിസ്റ്റ്, റിച്ച് ഫാമേഴ്സ്, സ്റ്റേറ്റ് ഒഫീഷ്യൽസ് ആൻഡ് ദ ഗ്രോയിങ് എഫ്ലുവന്റ് മിഡിൽ ക്ലാസസ്. ഇവരെല്ലാം ചേർന്നതാണ് ഒമിനിവോറസ്. അത് പ്രമുഖരുടെ ഒരു കൂട്ടം, അത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ. പിന്നെ എക്കോസിസ്റ്റം പീപ്പിൾ എന്ന് പറഞ്ഞാൽ കംപ്രൈസിങ് ഓഫ് റൂറൽ പോപ്പുലേഷൻ, ട്രൈബൽ പീപ്പിൾ, അതുപോലെ ലാൻഡ്ലെസ് ലേബേഴ്സ്, ആനിമൽ ഹെർഡേഴ്സ്, വുഡ് വർക്കിംഗ് ആർട്ടിസൻസ്, അതുപോലെ തന്നെ ഇവരെയൊക്കെ പറയും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ളവരെ ചേർന്നാണ് എക്കോസിസ്റ്റം പീപ്പിൾ. അങ്ങനെ രണ്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിളുകളെ ഈ രണ്ട് വ്യക്തികളും ചേർന്നിട്ടുള്ള അവരുടെ ഫ്രെയിം വർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫർദർ മോർ ദ ഡെവലപ്മെന്റ് പ്രോസസ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഹാസ് ബീൻ ക്യാരക്ടറൈസ്ഡ് ബൈ എ ബേസിക് സിമെട്രി ബിറ്റ്വീൻ ദ ടു ഗ്രൂപ്പ്സ്. അതിന് എ ഫ്യൂ ആസ്പെക്ട്സ് ഓഫ് ദിസ് ഡെവലപ്മെന്റ് പ്രോസസ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ABC എന്നിട്ടിട്ട് കുറച്ച് പോയിന്റ്സ്. ദ കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഒപ്നിമോറസ്. അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പിൽ ഓരോരുത്തരുടെ കയ്യിലുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇല്ലായ്മ എന്തൊക്കെയാണെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പവർ എപ്പോഴും ഒമ്നിവോറസ്, ആ പ്രിവിലേജ്ഡ് ഗ്രൂപ്പിന്റെ കയ്യിലാണ്. ദ യൂസ് ഓഫ് സ്റ്റേറ്റ് മെഷീനറി, പോളിസി മേക്കിംഗ് ആൻഡ് എക്സിക്യൂട്ടീവ് പവേഴ്സ് ടു ഡൈവേർട്ട് നാച്ചുറൽ റിസോഴ്സ് ടു ബെനിഫിറ്റ് ദ ഒമിനിവോറസ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒമിനിവോറസിനാണ് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, വുഡ് ഫോർ പേപ്പർ മിൽസ്, ഫെർട്ടിലൈസേഴ്സ്, വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ഫോർ റിച്ച് ഫാമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ് പ്രൊവൈഡ് സബ്സിഡൈസ്ഡ് റേറ്റ്. അപ്പൊ ഈ വലിയ മുതലാളിമാർക്ക് അവരുടെ ഫാക്ടറികളിൽ വുഡ് ഫോർ പേപ്പർ മിൽസ്, അതുപോലെ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാനുള്ളത്, വെള്ളം, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒമ്നിവോറസസ് ആണ്. അപ്പൊ അതിനായി സബ്സിഡൈസ്ഡ് റേറ്റിൽ കാര്യങ്ങൾ നടത്തി പോരുകയാണ് അവര്. ദിസ് ഹാസ് ലെഡ് ടു ആൻ ഇൻഡിഫറൻസ് ടവേഴ്സ് ദ ഫ്ലൈറ്റ് ഓഫ് ദ എക്കോസിസ്റ്റം പീപ്പിൾ. പക്ഷെ മറ്റു വർഗം എക്കോസിസ്റ്റം പീപ്പിളിന് അവർക്ക് വേണ്ട അധികാരങ്ങളോ കാഴ്ചപ്പാടുകളോ ഒന്നും കിട്ടണില്ല. Omnivorous pass on the cost of ecosystem degradation to the marginalized ecosystem people. Government projects like the building of dams or various rivers across India, mining operation on agricultural lands, plantation projects for would have disposed the ecosystem people en masses from their source of livelihood. അപ്പൊ ഈ പാവപ്പെട്ട ആളുകൾ ഓരോന്നിന്റെ സ്ഥലത്ത് പുതിയ ഡാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊജക്റ്റുകളൊക്കെ ആരംഭിക്കാൻ നേരത്ത് അവിടെയുള്ള ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടാകാറുണ്ട്. അപ്പൊ ആ എക്കോസിസ്റ്റം പീപ്പിൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ ഒത്തിരി, അവർക്ക് വാസസ്ഥലം ഇല്ല, അല്ലെങ്കിൽ വേണ്ട സാധനങ്ങൾ കിട്ടാതെ വരിക, റിസോഴ്സസ് കിട്ടാതെ വരിക. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രോബ്ലം അവർ അനുഭവിക്കുന്നുണ്ട്. ദിസ് ഹാസ് ലെഡ് ടു എ ഗ്രൗണ്ട് വെൽ ഓഫ് പോപ്പുലർ പ്രൊട്ടസ്റ്റ് ബൈ ദ വിക്ടിംസ് ഓഫ് ഡെവലപ്മെന്റ്. These development project of big dams, mining, monoculture, plantations, genetically modified seeds, etc. leave as a corollary not only disposes but also displaces and dislocated large number of ecosystem people. Some call them project affected people. Others refer to them as
എക്കോളജിക്കൽ റെഫ്യൂസസ്. അപ്പോൾ കുറേ പേര് അവിടെ താമസിക്കുന്ന ആളുകൾ പിന്നെ അവർ ഒന്നുമില്ലാതെ പാപ്പരായിട്ട് പുറത്തോട്ട് പോവുക, അവർക്കൊരു ജീവിത വഴി കിട്ടാതെ നട്ടം തിരിയുമ്പോൾ അവർ അഭയാർത്ഥികൾ പോലെ ആയി പോകുന്ന അങ്ങനത്തെ ഒരു കൂട്ടരും കൂടി അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ദസ് ഡിവൈഡിങ് ദ ഇന്ത്യൻ പോപ്പുലേഷൻ ഇൻ ടു 3 സോഷ്യോ എക്കോളജിക്കൽ ക്ലാസ്സസ്. അങ്ങനെ ഈ ഓരോ പ്രൊജക്റ്റും ഓരോ അഭിവൃദ്ധിക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യുമ്പോൾ 3 തരം വ്യക്തികളെയാണ്, ക്ലാസ് ഓഫ് വ്യക്തികളെയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഒന്ന് ഒമ്നിവോറസ്, എല്ലാ നേട്ടങ്ങളും കൈ കൊണ്ട് നടക്കുന്ന ആളുകൾ, പ്രബലരായിട്ടുള്ളത്. അതുപോലെ എക്കോസിസ്റ്റം പീപ്പിൾ, അവിടെ താമസിച്ച് ജീവിച്ചു പോകുന്ന അവിടെ പണിയെടുത്ത് ബുദ്ധിമുട്ടുന്ന ആ എക്കോസിസ്റ്റം പീപ്പിൾ. അതുപോലെ ഇതുമൂലം വീടും മറ്റ് അവരുടെ ജീവിത മാർഗങ്ങളും നഷ്ടപ്പെട്ട് പിച്ചക്കാരെ പോലെ പുറത്തേക്ക് നടക്കുന്ന എക്കോളജിക്കൽ റെഫ്യൂജിയേഴ്സ്, അഭയാർത്ഥികൾ. ഇങ്ങനെ 3 തരക്കാരെ പലപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നാണ് ഇവര് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക്, അടുത്ത യൂണിറ്റിലേക്ക് പോകാം. ഇതിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ളത് നന്നായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. അതുപോലെ ട്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ, അടുത്ത യൂണിറ്റ് ട്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് എസ്സേ ചോദിക്കാറുണ്ട് എപ്പോഴും, ട്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള ഈ ഭാഗത്ത് നിന്ന്. അപ്പോൾ the treadmill of production theory is a critic against the dominant capitalist mode of production in industrialized society. Industrialist സൊസൈറ്റിയിലെ ക്യാപിറ്റലിസ്റ്റ് മോഡ് അല്ലെങ്കിൽ ഡോമിനന്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒരു ക്രിട്ടിക്കായിട്ട്, വിമർശനമായിട്ട് തുടങ്ങിയതാണ് ട്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ തിയറി. അതിൻ്റെ ട്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ തിയറി is a critic against the dominant or ഡോമിനന്റിനെ തന്നെയാണ് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ദ ട്രെഡ്മിൽ തിയറി ലേഡ് ബെയർ സം ഓഫ് ദ അസംഷൻസ് ഇൻ ദ ഡോമിനന്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻസ്. According to this theory അനുസരിച്ച് new investment in the dominant mode of production are almost inevitable and necessary for higher level of resource extraction. അപ്പോൾ ഈ തിയറി അനുസരിച്ച് ന്യൂ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ഡൊമിനന്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഡൊമിനന്റ് മോഡ് ഓഫ് ക്യാപിറ്റൽ മോഡ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്നെവിറ്റബിൾ ആൻഡ് നെസസറി ഫോർ ഹയർ ലെവൽ ഓഫ് റിസോഴ്സ് എക്സ്ട്രാക്ഷൻ, പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ പ്രകൃതിയിലെ റിസോഴ്സ് എക്സ്ട്രാക്ഷനും അതിനുവേണ്ടി ഏറ്റെടുക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ വർദ്ധിക്കുമ്പോൾ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ, റിസോഴ്സസ് ഖനനം ചെയ്തെടുക്കുക എന്നുള്ള ആ പ്രവൃത്തി കൂടി വരും. വിച്ച് വിൽ ഈൽഡ് ഹയർ ഡിവിഡൻസ് ആൻഡ് പ്രോഫിറ്റ്സ്. അപ്പം അത് വളരെ വലിയ ഡിവിഡൻസും പ്രോഫിറ്റും ഒക്കെ നൽകും. പക്ഷെ അതോടൊപ്പം പ്രകൃതിക്ക് നാശവും കൂടി സംഭവിച്ചുകൊണ്ടിരിക്കണം. ക്യാപിറ്റലിസ്റ്റുകളുടെ ഇൻകം വർദ്ധിച്ചുകൊണ്ടിരിക്കും പ്രൊഡക്ഷൻ വർദ്ധിക്കുമ്പോൾ. അപ്പോൾ ഈ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതോടൊപ്പം ഈ എക്സ്ട്രാക്ഷനും വർദ്ധിക്കും. അപ്പോൾ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ വർദ്ധിക്കുമ്പോൾ അത് പ്രകൃതിക്ക് ഹാനികരമായിട്ട് സംഭവിക്കും. ദിസ് വിൽ അലൗ ദ ക്രിയേഷൻ ഓഫ് ഫർദർ ന്യൂ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ വർക്കേഴ്സ്. അപ്പം വീണ്ടും പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടുവരുമ്പോൾ റിസോഴ്സ് എക്സ്ട്രാക്ഷനും അതനുസരിച്ച് ഹയർ ലെവലിലാവും. അപ്പൊ അതോടൊപ്പം തന്നെ ക്രിയേഷൻ ഓഫ് ഫർദർ ന്യൂ ഇൻവെസ്റ്റ്മെന്റ്, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക, ആൻഡ് ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ വർക്കേഴ്സ് ഉണ്ടാകുക. വർക്കേഴ്സിന് പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ ലഭിക്കും. അപ്പൊ ഹവർ ന്യൂ റൗണ്ട്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ പുതിയ റൗണ്ട്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വിത്ത് ന്യൂ ടെക്നോളജീസ്, പുതിയ ടെക്നോളജിയുടെ സഹായത്തോടുകൂടി പുതിയതായിട്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻ എക്കോസിസ്റ്റം ഡിപ്ലിയേഷൻ, അതോടൊപ്പം എക്കോസിസ്റ്റത്തിന് ഒരു ശോഷണമാണ് സംഭവിക്കുക. പ്രകൃതിക്ക് ശോഷണം സംഭവിക്കും. പൊല്യൂഷൻ, മലിനീകരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിക്കും. ഇറ്റ് ഓൾസോ മീൻസ് ഹയർ ലെവൽ ഓഫ് നാച്ചുറൽ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ വിത്ത് നോ കറസ്പോണ്ടിങ് ഇൻക്രീസ് ഇൻ വേജസ് ആൻഡ് സോഷ്യൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ ഇറ്റ് ഓൾസോ മീൻസ് ഹയർ ലെവൽ ഓഫ് നാച്ചുറൽ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ. അപ്പൊ ഹയർ ലെവലിൽ നാച്ചുറൽ റിസോഴ്സ് ഒക്കെ എക്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടന്റ് ആയിട്ട് ജോലിക്കാർക്ക് കൂലി കൂടുകയോ അല്ലെങ്കിൽ സോഷ്യൽ എക്സ്പെൻഡിച്ചർ കൂടുകയോ ഒന്നും ചെയ്യുന്നില്ല. നോ കറസ്പോണ്ടിങ് ഇൻക്രീസ് ഇൻ വേജസ് ആൻഡ് സോഷ്യൽ എക്സ്പെൻഡിച്ചർ. ഇൻ സ്പൈറ്റ് ഓഫ് ദീസ്
workers continue to believe that increased investment is necessary for employment and creation of new jobs. അപ്പൊ അവരുടെ ശമ്പളത്തിൽ വർധനവ് ഉണ്ടാവുന്നില്ലെങ്കിലും വർക്കേഴ്സ് വിചാരിക്കും ഏതായാലും ഇതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ എംപ്ലോയ്മെന്റിനുള്ള സാഹചര്യം, ജോലിക്കുള്ള സാഹചര്യം കൂടുതൽ വലുതാവും എന്നുള്ള പ്രതീക്ഷയിൽ വർക്കേഴ്സ് ഇരിക്കുകയും ചെയ്യും. ഇൻ ദിസ് യൂണിറ്റ് വി വിൽ റിലൈ മോസ്റ്റ്ലി ഓൺ ദ വർക്ക് ഓഫ് by Kenneth A. Gould, David N. Pello and Alan Sheinberg titled Interrogative the Treadmill. അപ്പോൾ ഈ Interrogative the Treadmill എന്നുള്ള ഈ 3 പേര് ചേർന്നിട്ടുള്ള ഒരു വർക്കാണ് കെന്നത്ത് എ കൗൾഡ്, ഡേവിഡ് എൻ പെല്ലോ ആൻഡ് അലൻ ഷെൻബർഗ്. അപ്പോൾ അവരുടെ ആ ബുക്കിൽ ഉള്ള ഇൻറ്ററോഗേറ്റീവ് ദ ട്രെഡ്മിൽ എന്നുള്ള ബുക്കിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. In the emergence of the treadmill of production theory, it was the treadmill theories like Cloud, Pello and Steinberg who advocated the treadmill of production theory. ഈ treadmill of production theory advocate ചെയ്ത 3 തിയറിസ്റ്റുകളാണ് കോൾഡ്, പെല്ലോ ആൻഡ് ഷെയ്ൻബർഗ്. ഇതിൽ വൈൽ ഷെയ്ൻബർഗ് വാസ് ഇറ്റ്സ് ഏർലിയസ്റ്റ് അഡ്വക്കേറ്റ്, ഇതിന്റെ ഏർലിയസ്റ്റ് അഡ്വക്കേറ്റ്, ആദ്യമായിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തി, ഈ തിയറി ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ഷെയ്ൻബർഗ്. ക്ലൗഡ് ആൻഡ് പെല്ലോ പോപ്പുലറൈസ്ഡ് ദ ട്രെഡ്മിൽ തിയറി. പക്ഷേ ക്ലൗഡും പെല്ലോയും ആണ് ഈ തിയറിക്ക് കൂടുതൽ പ്രചാരണം നൽകിയത്. ദ ട്രെഡ്മിൽ തിയറീസ് ഗേവ് us the context for its emergence while explaining the logic of the treadmill and its impact on environment and society. The treadmill theory seeks a structural solution to the problem of environment. The treadmill theorists seek structural solutions. ഘടനാപരമായിട്ടുള്ള പരിഹാരമാണ് പ്രോബ്ലങ്ങൾക്ക്, പ്രോബ്ലംസ് ഓഫ് എൻവയറമെന്റിന് ട്രെഡ്മിൽ തിയറിസ്റ്റ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ദേ ആർ ക്രിട്ടിക്കൽ ഓഫ് ദ ഡൊമിനന്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. It is in exploring the emergence of the treadmill theory that we will be able to understand it better. Let us first begin by explaining the treadmill metaphor. ആദ്യം നമുക്ക് treadmill metaphor എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഒരു സദൃശ്യം, ഒരു ദൃഷ്ടാന്തം പോലെ treadmill. The treadmill metaphor in the treadmill of production theory depicts a society running in place without moving ഫോർവേഡ്. അപ്പോൾ ഈ ട്രെഡ്മിൽ മെറ്റഫർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ മനസ്സിലാക്കാനാണ്. ട്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ തിയറി ഡെപ്പിക്ട്സ്, ട്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ തിയറി ചിത്രീകരിക്കുന്നത് ഒരു സൊസൈറ്റിയെയാണ്. ആ സൊസൈറ്റിയുടെ പ്രത്യേകത എന്താണ്? റണ്ണിങ് ഇൻ പ്ലേസ് വിത്തൗട്ട് മൂവിങ് ഫോർവേഡ്. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കണം പക്ഷെ മുന്നോട്ട് പോകുന്നില്ല, അതുപോലെയുള്ള ഒരു സ്ഥിതി. റണ്ണിങ് ഇൻ പ്ലേസ് വിത്തൗട്ട് മൂവിങ് forward. It represents, according to Cowd and others, a decrease in the social efficiency of the productive system. അപ്പോൾ ഇത് കാണിക്കുന്നത് a decrease in the social deficiency of the productive system. പ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ സോഷ്യൽ എഫിഷ്യൻസിയുടെ ഡിക്രീസ്, തരംതാഴലാണ് ഇതിൽ കൂടി കാണിക്കുന്നത്. ദിസ് ഡിക്രീസ്ഡ് സോഷ്യൽ എഫിഷ്യൻസി ഓഫ് നാച്ചുറൽ റിസോഴ്സ് യൂട്ടിലൈസേഷൻ പ്രൊഡ്യൂസ്ഡ് ഷിഫ്റ്റ് ടവേഴ്സ് വാസ്റ്റ്ലി ഇൻക്രീസ്ഡ് റേറ്റ്സ് ഓഫ് എക്കോസിസ്റ്റം ഡിപ്ലിയേഷൻ ആൻഡ് എക്കോസിസ്റ്റം പൊല്യൂഷൻ, waste into ecosystem. Apart from the ecological crisis it engendered, the treadmill of production weakened employment opportunity for workers. അപ്പോൾ ഈ treadmill ഇതനുസരിച്ച് സോഷ്യൽ എഫിഷ്യൻസി ഓഫ് നാച്ചുറൽ റിസോഴ്സ് യൂട്ടിലൈസേഷൻ പ്രൊഡ്യൂസ്ഡ് ഷിഫ്റ്റ് ടവേഴ്സ് വാസ്റ്റ്ലി ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് എക്കോസിസ്റ്റം ഡിപ്ലിയേഷൻ. അപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുമ്പോൾ എക്കോസിസ്റ്റം ശോഷിക്കാൻ സാധ്യത കൂടും. അതായത് റിസോഴ്സ് എക്സ്ട്രാക്ഷൻ മൂലം എക്കോസിസ്റ്റത്തിന് ഒരു ശോഷണം സംഭവിക്കും. ആൻഡ് എക്കോസിസ്റ്റം പൊല്യൂഷൻ, അപ്പോൾ അവിടെ എക്കോസിസ്റ്റത്തിൽ പല രീതിയിലുള്ള മലിനീകരണങ്ങളും ഉത്ഭവിക്കും. എ പാർട്ട് ഫ്രം ദ എക്കോളജിക്കൽ ക്രൈസിസ് ഇസ് എൻജേർഡ്. അങ്ങനെ ഒരു എക്കോളജിക്കൽ ക്രൈസിസ് തന്നെ പൊട്ടിപ്പുറപ്പെടും. ദ ട്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ വീക്കെൻഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഫോർ വർക്കേഴ്സ്. അതോടൊപ്പം തന്നെ ജോലിക്കുള്ള സാധ്യതകളും കുറക്കും. ഇറ്റ് ബെനിഫിറ്റ്സ് എ സ്മോൾ മൈനോറിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അത് ബെനിഫിറ്റ് ആയിട്ടുള്ളത് ഒരു മൈനോറിറ്റി വിഭാഗത്തിന് മാത്രമാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സിന്. അത് ഷെയർ ഹോൾഡേഴ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റേഴ്സും അതുപോലെ മാനേജേഴ്സും. ആ
അത്തരം ആളുകൾക്ക് ഗുണപ്രദമായിരിക്കും. പക്ഷെ വർക്കേഴ്സിന് ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. അവർക്ക് ക്ഷീണമാണ് സംഭവിക്കുക. അറ്റ് ദ കോസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി റെസിഡൻസ്. As workers were laid off by growing treadmill, there is an increased political support rather than decreased social support for new round of investment, as workers and their families believed that it was necessary for their employment and social progress. അപ്പോൾ ഈ മാനേജ്മെന്റ് ആളുകൾ ചെയ്യുന്നത് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക, അപ്പൊ അതിനുവേണ്ടി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതോടൊപ്പം എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രവൃത്തി, പ്രകൃതിനെ ചൂഷണം ചെയ്യുന്ന പ്രവൃത്തി കൂട്ടിക്കൊണ്ടുവരിക. അപ്പൊ ഇങ്ങനെ വരുമ്പോഴേക്കും അവിടെയുള്ള ജോലിക്കാരുടെ വിചാരം തങ്ങളുടെ ഫാമിലിക്കും അതുപോലെ ജോലി കിട്ടാനും അതുപോലെ ജീവിക്കാനുള്ള സൗകര്യത്തിനും ഒക്കെ ഇങ്ങനെയൊക്കെ വേണമായിരിക്കും എന്നുള്ളൊരു ചിന്താഗതിയാണ് അവർക്കുള്ള. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പാരഡോക്സ്, ഷൈൻബർഗ് ഇൻട്രൊഡ്യൂസ് ദ ടേംഡ് ടെർമിനൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻ 1980. ലോജിക് ഓഫ് ദ ട്രെഡ്മിൽ എന്താണെന്ന് നോക്കുക. ദ ട്രെഡ്മിൽ തിയറി എമർജ്ഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻക്രീസ്ഡ് എൻവയറമെന്റൽ ഡീഗ്രേഡേഷൻ ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ 2. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ട്രെഡ്മിൽ തിയറി എമർജ് ചെയ്യുന്നത്. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ഹാസ് ബീൻ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇൻക്രീസ്ഡ് ഗ്രോത്ത് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ്. അപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അവരുടെ വ്യവസായവൽക്കരണത്തിന് വളരെ തീവ്രമായിട്ടുള്ള പുരോഗതിയാണ് ഉണ്ടായത്. അതോടുകൂടി പ്രൊഡക്ഷനും പ്രോഫിറ്റും ഒക്കെ അവർക്ക് പ്രോഫിറ്റിലും എല്ലാം നല്ല വർധനവുണ്ടായി. ദിസ് ഹാസ് ലെഡ് ടു ന്യൂ റൗണ്ട്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അതപ്പോൾ വീണ്ടും പുതിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താനും ആൻഡ് ഇൻക്രീസ് ഡിമാൻഡ് ഓൺ നാച്ചുറൽ റിസോഴ്സ് എക്സ്ട്രോഷൻ. അപ്പൊ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ നാച്ചുറൽ റിസോഴ്സ് എക്സ്ട്രാക്ഷനും കൂടി വരും. ദ ഡിമാൻഡ്സ് ഫോർ ഇൻക്രീസ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ഇൻഡസ്ട്രീസ് വെർ മെറ്റ് വിത്ത് ന്യൂ ടെക്നോളജീസ് ഫ്രം പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് പ്രൈവറ്റ് റിസർച്ച് ലാബ്. These new technologies were sunk capital. അപ്പൊ ഈ പുതിയ ടെക്നോളജി അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യും. പക്ഷെ ഈ ന്യൂ ടെക്നോളജി എന്ന് പറഞ്ഞാൽ സങ്ക് ക്യാപിറ്റൽ ആണ്. അത് സ്പെഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയും. ഒരു കാര്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യണത്, ഒരു കാര്യം മാത്രം, ഒരു ലക്ഷ്യം മാത്രമുള്ള അങ്ങനെയുള്ള ക്യാപിറ്റൽസ്. ആസ് ഇറ്റ് ഇൻക്രീസ്ഡ് പ്രോഫിറ്റ് ത്രൂ ഹയർ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. ഹയർ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്ന് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം. ആസ് ഹ്യൂമൻ ലേബേഴ്സ് ഹാവ് ലിമിറ്റഡ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. അപ്പൊ ഹ്യൂമൻ ലേബേഴ്സിന് ഒരു പരിധി ഉണ്ട് വർക്ക് ചെയ്യണതിന്. അതുകൊണ്ട് ലിമിറ്റഡ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയാണ് അവർക്കുള്ളത്. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ് ഇൻ പ്രൊഡക്റ്റീവ് സിസ്റ്റം ഹാവ് എ മൾട്ടിപ്ലെയർ എഫക്റ്റ്. അപ്പൊ അതിന് പകരം മനുഷ്യനെ മാറ്റിയിട്ട് അവിടെ മെഷീൻസിന് സ്ഥാനം കൊടുത്താൽ, ന്യൂ ടെക്നോളജീസിന് സ്ഥാനം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലെയർ എഫക്റ്റ്, വളരെ വലുതായിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് അതുമൂലം ഉണ്ടാകുക ആ ഫീൽഡിൽ. ന്യൂ ടെക്നോളജി ഇൻക്രീസസ് സസ്റ്റെയിൻസ് പ്രൊഡക്ഷൻ അറ്റ് എ ഹയർ ലെവൽ. അപ്പൊ ഹയർ ലെവലിലേക്ക് പ്രൊഡക്ഷൻ വികസിപ്പിക്കാൻ ഈ ന്യൂ ടെക്നോളജി സഹായപ്രദമാകും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ദ കോസ്റ്റ് കട്ടിംഗ് ഓൾവേസ് ടുക്ക് പ്ലേസ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ലേബർ. The reason is labor can be easily replaced as opposed to the fixed cost of operating machine, which is more inflexible. അപ്പൊ അവര് ജോലിക്കാരുടെ എണ്ണം കുറയും. അവര് വെറുതെ ആ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആ ജോലികളിലേക്ക് മാറ്റുക, മറ്റു കാര്യങ്ങളൊന്നും അവർ ചെയ്യേണ്ട. അപ്പൊ അതിന് ആളുകളുടെ എണ്ണം അവിടെ കുറയും. ഇൻസ്പൈറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വർക്കേഴ്സ്, ട്രേഡ് യൂണിയൻസ് ആൻഡ് ഗവൺമെന്റ് സ്റ്റിൽ സപ്പോർട്ട് ന്യൂ റൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആസ് ദേ ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് വുഡ് ബ്രിങ് ഇൻ എ ന്യൂ ജോബ് ആൻഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ ഇതെല്ലാം സമ്മതിച്ചു കൊടുക്കാനുള്ള കാരണം ആളുകളുടെ ഇടയിലുള്ള ഒരു ചിന്താഗതിയാണ്. പുതിയ ജോലിയും പുതിയ എംപ്ലോയ്മെന്റിനുള്ള അവസരങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോഴും അതുപോലെ ഈ പ്രൊഡക്ഷൻസ് കൂടുമ്പോഴൊക്കെ കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടാനും ജീവിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാനും ഉള്ള വഴി തുറക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സാധാരണക്കാര് ഇതിനെ അനുവദിക്കുന്നത്. ദിസ് ഫർദർ എൻഹാൻസസ് ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പവർ ഓഫ് ദ ഇൻവെസ്റ്റർ മാനേജറിയൽ ഗ്രൂപ്പ്. അപ്പൊ ഇൻവെസ്റ്റർ മാനേജറിയൽ ഗ്രൂപ്പിന്റെ പൊളിറ്റിക്കലും എക്കണോമിക് പവറൊക്കെ വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങും. ദ ക്ലൗട്ട് ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ദ ഇൻവെസ്റ്റർ മാനേജറിയൽ ഗ്രൂപ്പ് ക്യാൻ ബി സീൻ ഇൻ ദെയർ കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ഡ്യൂറിങ് എലക്ഷൻ. അപ്പൊ അവരുടെ ഒരു പങ്ക് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഈ
മേധാവികൾ കൊടുക്കും. അപ്പൊ അവരുടെ സപ്പോർട്ടും കിട്ടും. കോൺസിക്വന്റ്ലി പൊളിറ്റീഷ്യൻസ് ഗീവ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സപ്പോർട്ട് ടു എക്കണോമിക് ഡെവലപ്മെന്റ് പെർസ്യൂ ബൈ ദ ഇൻവെസ്റ്റർ മാനേജിയൽ ഗ്രൂപ്പ്. പബ്ലിക് ഓൾസോ സപ്പോർട്ട് സച്ച് എക്കണോമിക് ഡെവലപ്മെന്റ്. പബ്ലിക്കും ഇതുപോലെയുള്ള എക്കണോമിക് ഡെവലപ്മെന്റിന് സഹായിക്കും. ആസ് ഇറ്റ് ഈസ് കൺസിഡർ ടു ബി ദ ഓൺലി പാത്ത് ടു സോഷ്യൽ പ്രോഗ്രസ്. സോഷ്യൽ പ്രോഗ്രസിനുള്ള ഒരേ ഒരു വഴി ഇതാണെന്നുള്ള വിചാരത്തിൽ പബ്ലിക്കും ഈ ഇൻവെസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിന്റെ ഈ ടെൻഡൻസിക്ക് സഹായം നൽകും. ദെയർഫോർ എനി ഗ്രൂപ്പ് സപ്പോർട്ട് നൽകും. ദെയർഫോർ എനി ഗ്രൂപ്പ് ദാറ്റ് ഒപ്പോസ് എക്കണോമിക് ഡെവലപ്മെന്റ് ഇസ് ബൗണ്ട് ടു ഫെയിൽ. ഈ എക്കണോമിക് ഡെവലപ്മെന്റിന് എതിരായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവർ പരാജയപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അവർക്ക് നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. വിത്ത് ട്രെഡ്മിൽ ആസ് ദ മോഡൽ ദർ ഈസ് ബൗണ്ട് ടു ബി ആൻ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഡിവിഡൻസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് നാച്ചുറൽ റിസോഴ്സ്. അപ്പൊ വിത്ത് ട്രെഡ്മിൽ ആസ് ദ മോഡൽ, ട്രെഡ്മിൽ ഒരു മോഡലായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് ബൗണ്ട് ടു ബി ആൻ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ, ലാഭത്തിൽ, ഡിവിഡൻസിലൊക്കെ വളരെ വലുതാകാൻ പറ്റും. അറ്റ് ദ കോസ്റ്റ് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. പക്ഷേ എക്കോസിസ്റ്റം, നാച്ചുറൽ റിസോഴ്സും ഒക്കെ ശോഷിക്കും. ആ ശോഷണത്തിന്റെ വില എടുത്തിട്ട് മറ്റു ആളുകൾ അവര് അതായത് ഉടമസ്ഥര് കൂടുതൽ ലാഭം കൊയ്യാനും അവര് വലിയ നിലയിലെത്താനും സഹായപ്രദമായിട്ട് മാറും. Impact of the treadmill of production. The rapid expansion of the treadmill after the Second World War was driven by promise of unlimited energy and access to natural resource. It has led to inattention to the limits of ecology and support for economic expansion, the cost of environment. In the process, the utilitarian approach of sustained yield to natural resource of the early 20th century was sidelined. മറ്റു കാര്യങ്ങൾ, ഇതിനകത്തുള്ള ബാക്കി കാര്യങ്ങൾ വായിച്ചെടുക്കുക. അത് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇതിവിടെയും കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നന്നായിട്ട് പഠിക്കുക. ട്രെഡ്മിൽ തിയറി ഫോക്കസ് ഓൺ പ്രൊഡക്ഷൻ റാദർ ദാൻ കൺസപ്ഷൻ. എൻ്റെ ഒരു പ്രത്യേകതയാണ് ട്രെഡ്മിൽ തിയറി. ദർ ഇസ് എ ഫോക്കസ് ഓൺ പ്രൊഡക്ഷൻ. അത് കൂടുതലും ഫോക്കസ് ചെയ്യണ പ്രൊഡക്ഷനെയാണ് റാദർ ദാൻ കൺസപ്ഷൻ. ഉപഭോഗത്തിനെ അല്ല കൺസപ്ഷനെ അല്ല അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്രൊഡക്ഷനെ ലക്ഷ്യം വെച്ചിട്ടാണ് ട്രെഡ്മിൽ തിയറി ഫോക്കസ് ചെയ്യുന്നത്. ട്രെഡ്മിൽ തിയറി ദർ ഇസ് എ ഫോക്കസ് ഓൺ പ്രൊഡക്ഷൻ റാദർ ദാൻ കൺസപ്ഷൻ. The argument for production. The treadmill theory is like Cauldupello and Shane focus on production rather than consumption. They argue that consumers may be the ultimate purchaser, but it is production manager and owners who decide the allocation of technologies for the productive system. അപ്പോൾ ഈ രണ്ടു കൂട്ടരും കൺസ്യൂമേഴ്സിന്റെ വിചാരം എന്താണ്, അതുപോലെ പ്രൊഡക്ഷൻ മാനേജേഴ്സിന്റെ ചിന്താഗതി എന്താണ്, ഡിസിഷൻ എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. പ്രൊഡ്യൂസേഴ്സ് ഡിസൈഡ് ദ ടൈപ്പ് ഓഫ് ടെക്നോളജീസ്. പ്രൊഡ്യൂസേഴ്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ടെക്നോളജി യൂസ് ചെയ്യണം, ദ യൂസ് ഓഫ് ലേബർ ആൻഡ് ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ്. ദീസ് ആർ ഔട്ട്സൈഡ് കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സസ്. ഇത് കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് പുറത്തുള്ളതാണ്. കൺസ്യൂമേഴ്സ് മേ അക്സെപ്റ്റ് ഓർ റിജക്ട് പ്രൊഡക്ട്സ് ബട്ട് ദേ ഡു നോട്ട് influence over the allocation of capital to productive technologies. കൺസ്യൂമേഴ്സിന് പ്രൊഡക്ട്സ് സ്വീകരിക്കാതെ ഇരിക്കുകയോ ചെയ്യാം, പക്ഷെ അവർക്ക് ഒന്നും ഈ അലോക്കേഷൻ ഓഫ് ക്യാപിറ്റൽ ടു പ്രൊഡക്റ്റീവ് ടെക്നോളജീസിൽ ഒരു ഇൻഫ്ലുവൻസും അവർക്ക് ചെലുത്താൻ പറ്റില്ല. ഹവർ വൺ മേ ആർഗ്യൂ ദാറ്റ് സപ്ലൈ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ഡിമാൻഡ്. സപ്ലൈ എപ്പോഴും ഡിമാൻഡിനെ ആശ്രയിച്ചാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫോർ ദ ട്രെഡ്മിൽ തിയറിസ്റ്റ്, ഡിസിഷൻസ് ടു പ്രൊവൈഡ് സപ്ലൈ ആൻഡ് ദ മീൻസ് ഫോർ സപ്ലൈ ഈസ് ഫസ്റ്റ് ടേക്കൺ അറ്റ് ദ പ്രൊഡക്ഷൻ ലെവൽ. അപ്പോൾ ഇനി അക്കോർഡിംഗ് ടു ദം കൺസ്യൂമർ ചോയ്സ് ഡിപ്പെൻഡ്സ് ഓൺ, എപ്പോഴും കൺസ്യൂമർ ചോയ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രീവിയസ് പ്രൊഡക്ഷൻ ഡിസിഷനും ആൻഡ് പ്രയർ സോഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ദ ട്രെഡ്മിൽ തിയറിസ്റ്റ് ആർഗ്യൂ ദാറ്റ് ഇറ്റ് വുഡ് ബി ഫാലസി ടു പുട്ട് കൺസപ്ഷൻ ഡിസിഷൻ ഫസ്റ്റ്. കൺസപ്ഷൻ ഡിസിഷൻ ഫസ്റ്റ് എടുക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള രീതിയാണെന്നാണ് ട്രെഡ്മിൽ തിയറിസ്റ്റ് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് പ്രൊഡക്ഷനെ
കാണാതെ കൺസപ്ഷന് കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ശരിയല്ലെന്നുള്ള അഭിപ്രായമാണ് ഇവർക്കുള്ളത്. ബിക്കോസ് ഇറ്റ് വുഡ് ഒബ്സ്ക്യൂർ ദ പവർ relations existing in society. In fact, according to Cold and others, to ignore the political and economic relation embedded in the political economy is to reinforce the existing status quo, where consumer choice is already constrained by decision taken by the treadmill allies ആണ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇനി സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് മെറ്റീരിയൽ desires. In exploring the nature of consumer choice, which is beyond the biophysical need of men, Could and others observe that human needs and desires are largely determined by pre-existing condition of production. ഇനി അടുത്തത് the role of consumers, citizen and workers. In a culture of mass consumption, it may be possible to alter or terminate specific forms of productions. For a specific forms of productions വേണമെങ്കിൽ ഓൾട്ടർ ചെയ്യാം. In a culture of mass consumption ആധാരമാക്കിയിട്ട്. However, even if boycotters were to be successful, consumers do not determine the means of production, not the alternative that could be produced. ആ കോളത്തിൽ തന്നിരിക്കുന്ന കൂടി വായിച്ചേക്കണം എല്ലാവരും. അതുപോലെ ദ ട്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ എറ ഓഫ് ഗ്ലോബലൈസേഷൻ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ടു ലുക്ക് അറ്റ് ദ ഹൗ ദ ട്രെഡ്മിൽ പ്രൊഡക്ഷൻ ഷേപ്സ് ദ ഗ്ലോബൽ എക്കണോമി ആൻഡ് എക്കോളജി. അപ്പൊ ഈ കാര്യം കൂടി നോക്കുന്നത് നല്ലതാണ്. ഇനി ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് എന്താന്ന് നോക്കുക. ഇൻ ഹിസ് ഇനീഷ്യൽ വർക്ക് ദ എൻവയറമെന്റ് ഫ്രോം സർപ്ലസ് ടു സ്കേഴ്സിറ്റി, Steinweg have partially analyzed the implication of globalization on the US economy and ecology. He talked about how the rise of investment in less developed economics would lead to reduced consumption in the US and reduced production of the US-based industries for the domestic market. Under globalization, the US economy faced balance of trade payment deficit. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ദിസ് മേക്സ് ദ US ദ ലാർജസ്റ്റ് ഡെപ്റ്റർ നേഷൻ ഇൻ ദ വേൾഡ്. അപ്പൊ വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ഡെപ്റ്റർ, കടക്കാരനായിട്ടുള്ള ഒരു നാഷനായിട്ട് മാറി US. However, the US treadmill economy does not seem to suffer a major collapse. In fact, the US seems to be least bothered about this indebtedness. അതിന് ഒരു കാര്യം അവർ ചെയ്ത്, അവര് വേറെ സ്ഥലത്തേക്ക് അവരുടെ ബിസിനസ് മാറ്റി. Could and others explained that US-based investors and managers have shifted their production units abroad and imported the finished products from these unit bags to US. അങ്ങനെ അവർ അവരുടെ നഷ്ടം ഇല്ലാതെ ആക്കി. Advantages and disadvantages of overseas investment. There are a lot of advantages and also disadvantages of overseas investment. ഈ ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണെന്ന് സിമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിക്കുക. അതുപോലെ ഗ്ലോബൽ ഡൈമെൻഷൻസ് ഓഫ് എൻവയറമെന്റൽ പ്രോബ്ലംസ്. The global dimensions of the environmental problems discussed at the Earth Summit of 1992 in Rio de Janeiro highlight the relationship between the growing transnational production and the accelerating ecological destructions. ഈ പ്രോബ്ലത്തിനെ കുറിച്ച് പഠിക്കാൻ പല സെറ്റപ്പുകളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ക്രിറ്റിസിസം ഓഫ് ട്രെഡ്മിൽ പ്രൊഡക്ഷൻ, ഇവിടെ കുറെ ക്രിറ്റിസിസം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ റൈറ്റ് മേക്സ് ഇറ്റ് ക്ലിയർ ഫ്രം ദ ബിഗിനിങ് ദാറ്റ് ഈ മൂന്ന് പേരുടെ ഈ റൈറ്റ് എ മാർക്സിസ്റ്റ് സ്കോളറാണ്. അദ്ദേഹം ഈ ട്രെഡ്മിൽ തിയറിനെ വളരെ നല്ല രീതിയിൽ തന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ Wright brings out to us that just because production is logically prior to consumption doesn't mean that it is more important than consumption. അതാണ് ഒരു criticism. പിന്നെ Wright also points out that the treadmill theory assumes ecological sustainability with no growth economy. അതാണ് അദ്ദേഹത്തിന്റെ second criticism. അതുപോലെ treadmill theorists are not very clear on the possibility of green capitalism or green economy. അതും
criticism ആണ്. അതുപോലെ in fact Wright observes that capitalist system is much more flexible and adaptable as an institutional logic. The discussion on green capitalism also raises the issue of the alternative. Wright opines that the normative principles and the criteria for an alternative is not difficult to find out, but what is not clear is the kind of institutional principles and social mechanism that has to be put in place. ഇതും റൈറ്റിനെ ഇതിനെ വിമർശിച്ചുകൊണ്ടുള്ള കൊടുത്തിട്ടുള്ള ഒരു ആശയമാണ്. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇവിടെ നിന്ന് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യനും എപ്പോഴും ട്രെഡ്മിൽ സിസ്റ്റത്തെ കുറിച്ച്, അതുപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് എസ്എ ടൈപ്പും ചോദിക്കും, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസും വരാം. പിന്നെ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഓരോന്നിലും ഓരോ ചാപ്റ്ററിൻ്റെയും താഴെ തന്നിരിക്കുന്നത് അത് ചിലപ്പോൾ 1 വേർഡ് ആൻസേഴ്സ് ഇതിൽ നിന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ ആൻസർ മറുവശത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് തന്നെ വായിച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അത് പഠനത്തെയും കൂടുതൽ സഹായിക്കും. In this unit, we first try to understand the treadmill metaphor used in the treadmill of production theory within the context of industrialization in the West. We then examine the logic of the treadmill and its impact on society and environment. Next, we explored why the treadmill theorists focus on production rather than consumption in their theoretical framework. Finally, we examined the treadmill of production within the context of globalization. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടി പഠിച്ചത്.